അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ചോറും കൂടി ചേർക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ചോറെന്ന കണക്കിൽ ചേർക്കാം. ഏത് ചോറായാലും കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ള ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇനി അര കപ്പോളം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ചേർത്താൽ മതിയാവും. പിന്നീട് വേണമെങ്കിൽ നോക്കി ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറും തേങ്ങയും അരിപ്പൊടിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാണ്. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. വെള്ളം ചേർക്കാതെ നിർത്തി പൾസ് ചെയ്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടും. നല്ലപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ചോറൊന്നും കാണില്ല. ആ വിധത്തിൽ ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഇത് അതേ ബൗളിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണിത്. ഇനി ഇത് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം തന്നെ മതി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. സോഫ്റ്റാക്കി കുഴക്കരുത്. നല്ല ടൈറ്റായിട്ട് തന്നെ കുഴക്കണം. പിന്നെ ഇതിൽ നമ്മൾ ചോറ് ചേർത്ത കാരണം തന്നെ വെള്ളം ഒരുപാട് വേണ്ടി വരില്ല. ഇതിപ്പോൾ തന്നെ കുറച്ചൊരു നനവുണ്ട്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ 1/4 കപ്പ് വെള്ളം തന്നെ നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് വേണമെന്ന് നോക്കിയിട്ട് പിന്നീട് ചേർത്താൽ മതിയാവും. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആ വെള്ളം ആവശ്യാനുസരണം ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ തന്നെ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചും അരച്ചെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നല്ലത്. ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ കൈവച്ച് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. പക്ഷെ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കാനും പറ്റും. ഇതുപോലെയാണ് കുഴച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് മാവെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും റെഡിയാക്കിയെടുക്കാം. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ഈ ബോൾ വെച്ച് കൊടുക്കാം. കൈവച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് കവർ വെച്ച് അടച്ച് ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറയ്ക്കരുത്. അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വേണം ഓരോന്നും പരത്തിയെടുക്കാനായിട്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. കനം കുറച്ചാക്കരുത്. കുറച്ച് ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിരിക്കണം. എന്നാലേ പെട്ടെന്ന് പൊന്തി കിട്ടുള്ളൂ. അപ്പോൾ തനിയെ ഇതുപോലെ പൊന്തി കിട്ടും. ഇനി നമുക്ക് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ പൊങ്ങിട്ടീന്ന് വരില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു കട്ടിയിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ കണ്ടില്ല, തണുത്താലും ഇതുപോലെ നല്ല പൊങ്ങി തന്നെ ഇരിക്കും. ഒരുപാട് കനം കുറച്ച് നമ്മൾ ചെയ്താൽ ഇതുപോലെ ഇരിക്കും. ശരിക്കും പൊന്തി കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ വളരെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ